ഹായ് ഗൈസ്, ഇതൊരു കിഡിലൻ ഹീറോയിക് പടമാണ്. ഡെൻസൽ വാഷിംഗ്ടൺ ജസ്റ്റ് കൂൾ ആൻഡ് സ്വാഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പടമാണ്. ഇതിലെ ചില സീൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലിറ്ററലി രോമാഞ്ചം വരും. പടം ഒരു ടിപ്പിക്കൽ മെയിൽ ഹീറോ ക്യാരക്ടർ പടമാണ്. ദാറ്റ് അനീതിക്കെതിരെ പോരാടുന്ന രക്ഷകനായിട്ടുള്ള നായകൻ. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചോ, പടം സൂപ്പറാണ്. ഡെൻസൽ വാഷിംഗ്ടൺ ജസ്റ്റ് കില്ല് ചെയ്തിട്ടുള്ള പടമാണ്. സിനിമയുടെ പേര് ദ ഇക്വലൈസർ എന്നാണ്. അതായത് ഒരു റഷ്യൻ മാഫിയ സംഘമുണ്ട്. ഇവരെ റഷ്യയിൽ നിന്നും പെൺകുട്ടികളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇവരെ നിർബന്ധിതമായിട്ട് സെക്സ് വർക്ക് ചെയ്യിപ്പിക്കും. അതായത് ഈ പെൺകുട്ടികളെ വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഈ റഷ്യൻ മാഫിയ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അലീന എന്ന് പറയുന്ന ഒരു സെക്സ് വർക്കർ ഉണ്ട്. ഡെൻസലിന്റെ ക്യാരക്ടറായ റോബർട്ടും അലീനയും ഡെയിലി ഒരു കഫേയിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. ഇവർ ഡെയിലി ഈ കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ പോലും ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ ഡെൻസലിന്റെ ക്യാരക്ടറിന് അലീനയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്, ഒരു വാത്സല്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെൻസൽ ഒരു ദിവസം അറിയുന്നത് അലീനാണ് ഈ റഷ്യൻ മാഫിയ സംഘം ഇടിച്ചു തൂഫാനാക്കിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് ഇട്ടേക്കുകയാണ് നമ്മള്. അങ്ങനെ ഇവളെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലും. അപ്പൊ അലീനെ കാണാതെ ഡെൻസൽ ഒളിച്ചു വന്നിട്ടാണ് അലീനാനെ ഡെൻസൽ നോക്കുന്നത്. ഇപ്പൊ കാണുന്നതെന്ന് പറഞ്ഞാൽ ഫേസൊക്കെ ഇടിച്ച് പഞ്ചറാക്കി ഒരു കോലത്തിലാക്കിയിട്ട് അവിടെ ഇട്ടേക്കാണ്. അപ്പൊ ഇവന് കാണുമ്പോൾ തന്നെ ഒരു സങ്കടം ഫീൽ ചെയ്യും. അപ്പൊ ഇവന് എങ്ങനെയെങ്കിലും അലൈനാനെ ഈ റഷ്യൻ മാഫിയ സംഘത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തണം എന്നാണ് ഇവന്റെ ഒരു ചിന്താഗതി. അപ്പൊ ഇവൻ അതിനു വേണ്ടിയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് തുടങ്ങുന്ന സാധനമാണ്. പക്ഷെ ഇത് അവിടെ നിൽക്കുന്നില്ല. ലാസ്റ്റ് ഡെൻസൽ വാഷിംഗ്ടൺ ഈ റഷ്യൻ മാഫിയ സംഘത്തിനെ മൊത്തത്തിൽ അടിച്ചു തൂഫാനാക്കുന്നതാണ് സിനിമ. ഇതിലൊരു ഗംഭീര സീനുണ്ട് കേട്ടോ. അതായത് ഈ റഷ്യൻ മാഫിയയുടെ ഒരു ലോക്കൽ സെറ്റപ്പ് ഉണ്ട്. ഇവിടേക്ക് ഡെൻസൽ വാഷിംഗ്ടൺ കുറച്ച് പൈസയായിട്ട് കയറി ചെല്ലും. എന്നിട്ട് ഇവൻ ചോദിക്കും, ഈ പൈസ നിങ്ങൾ എടുത്തോ, എന്നിട്ട് അലൈനായിക്ക് ഫ്രീഡം കൊടുക്കുക. അപ്പോൾ അലൈനാനെ വിട്ടുകിട്ടാനായിട്ട് ഇവൻ കുറച്ച് പൈസ ഓഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റഷ്യൻ മാഫിയ തലവനുണ്ടല്ലോ, ഇവൻ ഇരുന്ന് പറയുകയാണെ, ഈ പൈസ ഒരാഴ്ച കൊണ്ട് ഈ പെണ്ണിനെ വെച്ച് ഞാൻ ഉണ്ടാക്കുമെന്ന്. അങ്ങനെ ഈ ഓഫർ ഇവൻ ഡിനൈ ചെയ്യാണ്. ഈ സംഘത്തിനെ ഒന്ന് ചവിട്ടിക്കൂട്ടണം നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. അവിടെ അവരുടെ പണി ശരിക്കും പാളും. പിന്നെ കാണുന്ന മോനെ ഒരു ഗംഭീര ഫൈറ്റ് സീനാണ്. അത് നമ്മൾ ഈ തമിഴ് പടത്തിലൊക്കെ കാണുന്ന പോലെ സാധനം. പക്ഷേ ഇത് അതേപോലെ അല്ല എടുത്തു വെച്ചേക്കുന്നത്. ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടും, അതായത് ഒരു പ്രൊഫഷണൽ നിന്ന് ചെയ്യുന്നതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഗംഭീര സ്റ്റണ്ട്, 3 സ്റ്റണ്ട് നമുക്ക് രോമാഞ്ചം കിട്ടും. ഡെൻസൽ നേരെ തിരിഞ്ഞിട്ട് കഥ ഒക്കെ അടക്കി, കഥ അടച്ചിട്ട് വാച്ചിലൊരു ടൈമർ സെറ്റ് ചെയ്യും, 30 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് വെറും ഷോ ഓഫിന് കാണിക്കുന്നതാണെന്ന് നമുക്ക് തോന്നൂല. നമുക്ക് മനസ്സിലാവും അത് ഇയാളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇയാൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളും പ്രൊഫഷണൽ ആയിരിക്കും. ഈ ടൈമിങ് വെച്ചിട്ട് അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം ഡെൻസൽ ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് ഇവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളും ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് ഓരോരുത്തന്മാരെ സ്പോട്ട് ചെയ്ത് തോക്ക് അത് ഇത് വെച്ച് പൂശും, അടിച്ചങ്ങ് പഞ്ചറാകും. അത് നമുക്ക് ആ ഫൈറ്റ് സീൻ നമുക്ക് ഫീൽ ചെയ്യുന്നേ. ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അവസാനം ഈ റഷ്യൻ മാഫിയ തലവനുണ്ടല്ലോ, മറ്റേ ഓഫർ റെഫ്യൂസ് ചെയ്തവൻ, ഇവൻ കഴുത്തിന് വെടിയൊക്കെ കൊണ്ട് ചോരയിൽ കുളിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഡെൻസൽ അവിടെ ചെന്നിട്ട് പറയും, നീ കുറച്ച് പൈസയ്ക്ക് വേണ്ടി നീ നിന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയെന്ന്. അപ്പോഴും മറ്റേ പുള്ളി രക്തത്തിലൊക്കെ കടന്നിട്ട് ഡെൻസലിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഹൂ ആർ യു? നീ ആരാണ്? പക്ഷെ ഡെൻസൽ അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അവൻ മരിക്കുന്നത് ഡെൻസൽ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ലോക്കൽ സെറ്റപ്പിലെ നേതാക്കളെയൊക്കെ ഒരാൾ വന്ന് കൊന്നിട്ട് പോയെന്ന് അറിയുമ്പോഴത്തേക്ക് റഷ്യ എന്ന് വേറൊരാൾ വരും, നിക്കോള എന്ന് പറഞ്ഞിട്ട്. ഡെൻസലിനെ എങ്ങനെ കണ്ടുപിടിച്ച് തട്ടുക, ഇതാണ് നിക്കോളയുടെ ഉദ്ദേശം. അവിടെയാണ് സിനിമ പിന്നൊന്ന് ഒരു അടുത്ത ലെവലിലേക്ക് മാറുന്നത്. നിക്കോള കുറച്ചുകൂടെ ബ്രില്യൻ്റ് ആണ്. കാര്യങ്ങളൊക്കെ ഗ്രാസ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഇതുള്ള ആളാണ്. നിക്കോള വന്നിട്ട് ഡെൻസലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നത്, ഡെൻസൽ മറ്റേ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നൊരു ജോലിക്കാരനാണെന്നുള്ള സാധനമൊക്കെ കിട്ടുന്നത്. അപ്പം നിക്കോള പറയും, ഇവൻ ഇതല്ല, ഇവൻ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള, ഇവന് മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് എന്തോ ഉള്ളൊരു വ്യക്തിയാണ്, ഇവൻ സാധാരണക്കാരനല്ല എന്ന് നിക്കോള പറയും. മറ്റേ സലാം കാശ്മീരിലെ സീനുണ്ടല്ലോ സുരേഷ് ഗോപി എന്ന് പറയുന്നത്, എന്നും കൂടെ ഇരുന്ന് വെള്ളം അടിക്കുന്ന റോയ് സാറിന് അറിയാവോ ഇയാൾ ആരാന്ന്, ആ സീനാണ്. അപ്പം നിക്കോള പറയും, ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ പ്രൊഫഷണലാണ്. നിക്കോള ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് പിന്നെ ഡെൻസലിനെ ട്രാപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഡെൻസൽ അതിനകത്ത് വീഴില്ല മച്ചാനെ. ഡെൻസൽ എങ്ങനെ പോയാലും ഒരു 2-3 സ്റ്റെപ്പ് ഹെഡായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലിലും നിക്കോളയ്ക്കും ഡെൻസലിനെ കിട്ടില്ല. ഡെൻസലിൻ്റെ ട്രാപ്പിൽ നിക്കോളയും വീണ് ലാസ്റ്റ് ഇങ്ങനെ ചോരയിലൊക്കെ കുളിച്ച് വെടിയൊക്കെ കൊണ്ടിരിക്കുമ്പോൾ നിക്കോളയും ഡെൻസലിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ മരിക്കുന്നതിന് മുമ്പേ, ഹൂ ആർ യു? ഒന്ന് പറഞ്ഞു തൊലക്കടെ, മരിക്കാൻ പോവും, അതിന് മുമ്പെങ്കിലും ഒന്ന് അറിയാനായിട്ടാ. പറയത്തില്ല മച്ചാൻ, പറയത്തേ ഇല്ല. സിനിമ അങ്ങനെ കാണിക്കുന്നത്. സിനിമയിൽ എവിടെയും ഡെൻസലിൻ്റെ ക്യാരക്ടർ ആരാണെന്ന് ക്ലാരിറ്റി തരുന്നില്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഏകദേശം പിടികിട്ടും പുള്ളി ആരാണെന്നുള്ളത്. അതേപോലെ ഈ അലൈന എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ക്ലോയ് ഗ്രേസ് മോട്ടേഴ്സ് ആണ്. നല്ല പെർഫോമൻസ് ആണ്, നമുക്ക് എംപതി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. സംഭവം ഞാൻ പറഞ്ഞ സിനിമയുടെ സ്പോയിലർ ആക്കിയിട്ടുണ്ട്. പക്ഷേ
ഞാൻ പറഞ്ഞു ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലാണ്. ബേസിക്കലി ഇതിൻ്റെ കഥയൊക്കെ ടിപ്പിക്കൽ കഥകളാണ്. ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് വരുന്നൊരു മെയിൽ ഹീറോ, ദാറ്റ്സ് എ ടിപ്പിക്കൽ കഥ. പക്ഷേ ഇത് എടുത്തു വെച്ചിരിക്കുന്ന രീതി ജസ്റ്റ് സൂപ്പർ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക, നിരാശപ്പെടുത്തില്ല, അടിപൊളി പടമാണ്. അപ്പോൾ വേറെ സിനിമയായിട്ട് വീണ്ടും കാണാം. ബൈ.